ഹിന്ദു സ്റ്റോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഉള്ള കടയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള വട്ടി, കുത്ത, മുറം ഇങ്ങനെയുള്ള ഇന്ന് സാധനങ്ങൾ കുറവാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പൊങ്കാല അടുപ്പിച്ച് ഉത്സവ സീസണൊക്കെ ആകുമ്പോഴാണ് നമുക്കിവിടെ ചട്ടി, മുറം, കലം, അതുപോലെ വട്ടി, മൺകലം, മൺചട്ടി, മീൻ വയ്ക്കുന്ന ചട്ടി, പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചട്ടി, പിന്നെ നമ്മുടെ ഈർക്കിലെ ചൂല്, ഈ മൺചട്ടിയിലെ അടപ്പുകൾ, പിന്നെ ഈ വട്ടി മക്കൾ കാണിച്ചു കൊടുക്കുക. വട്ടി പല തരത്തിലുള്ള വട്ടി പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പല സൈസിലുള്ള വട്ടി, കുട്ട, പിന്നെ മുറം, പിന്നെ തവി ഐറ്റംസ്, അങ്ങനെയുള്ളത്. പ്ലാസ്റ്റിക് മുറവും ഉണ്ട്. അതുപോലെ ചെറിയ മൺകലങ്ങൾ, ഇതെല്ലാം നമുക്ക് ചൂല്, പിന്നെ ചെറിയ നമ്മുടെ പ്ലേറ്റ് പോലത്തുള്ള മൺപാത്ര അടപ്പുകൾ, ഇങ്ങനെയെല്ലാം നമുക്കിവിടെ ഈ കടയിൽ നന്ദു സ്റ്റോഴ്സിൽ നിന്ന് ഫിൽറ്റർ നമ്മൾ കൂജ കൊടുത്തു. ചേച്ചി കൂജ എത്ര? 570 അല്ലേ? 570 ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് തരില്ല. നമുക്ക് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ തണുത്ത് ഫ്രിഡ്ജിൽ ഉപയോഗിച്ചാൽ അസുഖം വരും, അങ്ങനെയൊക്കെയുള്ള തൊണ്ടയ്ക്ക് പ്രശ്നം വരും എന്നൊക്കെ ഉള്ളവർക്ക് ചൂട് കാലത്ത് നമുക്കിത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്പെടും. 500 കൊടുക്കൂല്ലേ ചേച്ചി? ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് മൺചട്ടി, മൺകലം, പിന്നെ പൂച്ചട്ടി, പിന്നെ ഇതുപോലെ 20-ാം തീയതി കഴിയുമ്പോൾ സാധനം വരും. നമ്മുടെ ഈ ബിഗ് ഷോപ്പ് പോലുള്ള സഞ്ചികൾ, അങ്ങനെ ഒരുപാട് സാധനം, പില്ലോ, ഇത് നമ്മുടെ ഇത് എലിക്കണിയല്ലേ ചേച്ചി? എലിപ്പത്തായം, ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് കോരുന്ന സംഭവം, ഡസ്റ്റ്പാനുണ്ട്, കപ്പ്, കയറ്, ചെറിയ പ്ലാസ്റ്റിക് കയറ്, കിണറിൽ ഉപയോഗിക്കുന്ന അലുമിനിയം തൊട്ടി എന്ന് പറയും അല്ലേ? തൊട്ടി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. പിന്നെ ചട്ടി തന്നെ 2 തരമുണ്ട്. കറുത്ത മൺചട്ടിയുണ്ട്, അതുപോലെ ചുവന്ന മൺചട്ടിയുണ്ട്, പിന്നെ ചൂലുണ്ട്, ഇങ്ങനത്തെ ചൂലുണ്ട്. ചേച്ചി ഈ ചൂല് എത്ര ചേച്ചി? 150. നമ്മുടെ ഈർക്കിലി ചൂലൊക്കെ ചിലപ്പം അധികം ലാസ്റ്റ് ചെയ്യൂല, ഇപ്പം അങ്ങനെ അധികം കിട്ടാനും ഇല്ല. എനിക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി നടുവേദന, അങ്ങനെ മുട്ടുവേദനയൊക്കെ പ്രശ്നമുള്ളവർക്ക്, എന്നെ പോലെയൊക്കെ നിന്നുകൊണ്ട് തൂക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ചൂല് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മുടെ പണ്ടത്തെ കയറുണ്ടല്ലോ, നമ്മൾക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അല്ലാത്ത കയർ, ഊഞ്ഞാലി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, പിന്നെ ചപ്പാത്തി പരത്തുന്ന സംഭവം അത്, പിന്നെ ചിരവ തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഇരുന്ന് തിരവുന്നത്, പിന്നെ സ്റ്റാൻഡിൽ വെക്കുന്നത്, കത്തികൾ, അരിപ്പ്, ചായ അരിപ്പ്, നമ്മുടെ കയ്യിൻ്റെ ഫിംഗർ ക്യാപ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിലാവശ്യമുള്ള പായ ഉണ്ടല്ലോ, പുൽപ്പായ, പ്ലാസ്റ്റിക്കിൻ്റെ, പിന്നെ റൂംസ് എല്ലാം നമുക്കിവിടെ ഉണ്ട്. കപ്പുകൾ, പ്ലാസ്റ്റിക് കപ്പ്, മേസരിമാർക്കുള്ള സാധനങ്ങൾ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ചോക്ക് അല്ലേ, അങ്ങനെ ചൂരൽ, നമ്മുടെ പാറ്റാഗുളിയ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. നമ്മുടെ ചന്തയുടെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മുടെ ഐസ് ബേയുടെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. നമ്മളിപ്പോൾ നാരങ്ങ കുടിച്ച കടയുടെ തൊട്ടടുത്തായിട്ടുള്ളത്. അപ്പോൾ വരും. എനിക്ക് പരിചയമുള്ള ചേച്ചിയുടെ പേരെന്താ ചേച്ചി? സന്ധ്യ ചേച്ചിയാണ്. ഇവിടെ വന്നാൽ മതി. ശരി ചേച്ചി.